വീഡിയോയിൽ നമ്മൾ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലൈബ്രറി ആയിട്ടുള്ള സൈക്കിറ്റ് ലേൺ എന്നും പറയും. അതുപോലെ തന്നെ SKLearn എന്നുള്ള പേരിലും ഷോർട്ട് ഫോമിലും അറിയപ്പെടാറുണ്ട്. സോ സൈക്കിറ്റ് ലേൺ എന്നുള്ള പേര് ഇങ്ങനെയാണ് വരുന്നത്. സോ ഈ ഒരു ലൈബ്രറിയിൽ നമുക്ക് മെയിനായിട്ടും നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്യൂൾസ് ആണുള്ളത്, ഓരോ മോഡ്യൂൾസിൻ്റെ അകത്തും മെയിനായിട്ട് വരുന്ന നമുക്ക് കോമൺ യൂസ് വരുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത്. സോ ആസ് ഓഫ് നോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് 1.7.0 ആണ് ഇതിൻ്റെ സ്റ്റേബിൾ റിലീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഹോം പേജ് എടുത്താൽ അറിയാം, ഇവിടെ ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, മോഡൽ സെലക്ഷൻ, പ്രീ പ്രോസസ്സിങ്, ഇങ്ങനെ കുറച്ച് കാറ്റഗറീസ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ API യൂസ് കേസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ മോഡ്യൂൾസിൻ്റെയും അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ക്ലാസ്സുകൾ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ സാധിക്കും. സോ നമ്മൾ ഒരു ഗിവൺ സിസ്റ്റത്തിൽ അതിപ്പോൾ നമ്മൾ ക്ലൗഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സിസ്റ്റം ആയിക്കോട്ടെ, നമ്മളതിൻ്റെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ വെർഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇമ്പോർട്ട് SKLearn കൊടുത്തതിന് ശേഷം SKLearn _version _ എന്നുള്ള ആട്രിബ്യൂട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വെർഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഗൂഗിൾ കൊലാബിലാണ് ഇത് ട്രൈ ചെയ്യുന്നത്. സോ ഗൂഗിൾ കൊലാബിൽ കറൻ്റ്ലി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സൈക്കിറ്റ് ലേണിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് 1.6.1 ആണ്. മേ ബി എനിക്ക് വേണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള 1.7.0 എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആ വെർഷൻ നമ്പർ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്താൽ മതിയാവും ഇൻസ്റ്റാൾ കമാൻഡിൽ. എനിവേ, സോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് മോഡൽസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ മോഡ്യൂൾസാണ് നമുക്കതിൽ ആവശ്യം വരിക, എന്തൊക്കെ മോഡ്യൂൾസിൻ്റെ അകത്ത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ലിസ്റ്റിൽ ആക്ച്വലി ഇതിൻ്റെ ഈ പറയുന്ന ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഒരു മോഡ്യൂൾ, സൈക്കിറ്റ് ലേണിൻ്റെ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഡാറ്റാ സെറ്റ്സിന് വേണ്ടിയിട്ടാണ്. സോ ഐറിസ് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് ഉണ്ട്, ടൈറ്റാനിക് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് ഉണ്ട്, ദെൻ എംനിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് ഉണ്ട്. ഇതെല്ലാം ബെഞ്ച് മാർക്ക് ഡാറ്റാ സെറ്റ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പല ടാസ്കുകളെയും അൽഗോരിതത്തെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാ സെറ്റ് കൂടി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലൈബ്രറീസിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് അവൈലബിൾ ആണ്. സോ ഡാറ്റാ സെറ്റ്സ് എന്ന് പറഞ്ഞൊരു മോഡ്യൂളുണ്ട്. ആ മോഡ്യൂളിൽ നമുക്ക് ഐറിസ് ലോഡ് ചെയ്യാനായിട്ടൊരു ഫംഗ്ഷനാണ് ലോഡ് ഐറിസ് എന്ന് പറയുന്നത്. സോ സപ്പോസ് ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡാറ്റാ സെറ്റ് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂസ് കേസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രം SKLearn.datasets import load iris. അതായത് സൈക്കിറ്റ് ലേണിലെ ഡാറ്റാ സെറ്റ്സ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് ലോഡ് ഐറിസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യൂ എന്നാണ് ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ ലോഡ് ഐറിസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. ദെൻ അത് XY എന്ന് പറയുന്ന വേരിയബിൾസിലോട്ട് അസൈൻ ചെയ്യുന്നു. സോ Xൽ ഇതിൻ്റെ ഐറിസ് ഡാറ്റാ സെറ്റ്സിൻ്റെ ഫീച്ചേഴ്സും Yയിൽ ലേബിൾസും വരും. സോ ആക്ച്വലി ഐറിസ് ഡാറ്റാ സെറ്റിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, ഇത് ആക്ച്വലി ഫ്ലവേഴ്സിൻ്റെ ഒരു ഡാറ്റാ സെറ്റാണ്. 3 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ 4 ന്യൂമറിക്കൽ ഫീച്ചേഴ്സ്, അതായത് സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത് എന്നുള്ള 4 ഫീച്ചേഴ്സും അത് ഏത് ക്ലാസ്സാണ് ആ ഫ്ലവർ എന്നുള്ളത്, സെറ്റോസയാണോ, വെർജിനിക്കയാണോ, വെർസിക്കളറാണോ എന്നിങ്ങനെ 3 കാറ്റഗറി ഏതാണെന്നാണ് ഈ ഡാറ്റാ സെറ്റ് ആക്ച്വലി കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഡാറ്റാ സെറ്റ്സ് എന്ന് പറയുന്ന മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അതിനെ ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റ് ഡാറ്റാ സെറ്റ്സ് ലോഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഫർദർ അത് ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ മനസ്സിലാകും. ദെൻ അനദർ മോഡ്യൂൾ എന്ന് പറയുന്നത് ലീനിയർ മോഡൽസ് ആണ്. സോ ലീനിയർ കാറ്റഗറിയിൽ വരുന്ന മോഡൽസ്, പലതരത്തിലുള്ള മോഡൽസ്, അത് ചിലപ്പം റിഗ്രഷൻ മോഡലാവാം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ മോഡൽസ് ആവാം. അങ്ങനെ ഒരുപാട് മോഡൽസ് ഇതിൽ അവൈലബിൾ ആണ്. കറൻ്റ്ലി ഞാനിവിടെ ലോജിസ്റ്റിക് റിഗ്രഷനും ലീനിയർ റിഗ്രഷനും കോമൺ ആയിട്ടുള്ള ഒന്ന് ലോജിസ്റ്റിക് റിഗ്രഷൻ ക്ലാസിഫിക്കേഷനും ലീനിയർ റിഗ്രഷൻ ടാസ്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ബേസിക്കലി രണ്ടിലും റിഗ്രഷൻ എന്ന് പറയുന്ന പേരുണ്ടെങ്കിലും ലീനിയർ റിഗ്രഷൻ മാത്രമാണ് ഇതിൽ റിഗ്രഷൻ ടാസ്കിന് യൂസ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഇവിടെ ക്ലാസിഫിക്കേഷൻ ടാസ്കിന് യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ്. സോ ഈ പർട്ടിക്കുലർ അൽഗോരിതം എനിക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ മുന്നേ ഡാറ്റാ സെറ്റ്സിൻ്റെ കാര്യത്തിൽ കണ്ട പോലെ തന്നെ എനിക്ക് ഫ്രം SKLearn.linear_model import logistic regression എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ആക്ച്വലി ഇതൊരു ക്ലാസ് ആണ്. സോ ഈ ക്ലാസ്സിൽ പെടുന്ന ഒരു ഒബ്ജക്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ
ഒരു വേരിയബിൾ നെയിം കൊടുത്തതിന് ശേഷം ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ വൺസ് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫീച്ചേഴ്സ് ആൻഡ് ലേബൽസ് യൂസ് ചെയ്തിട്ട് അത് ട്രെയിൻ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഇൻപുട്ട് വാല്യൂസിന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. സോ ഇത് ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ലീനിയർ റിഗ്രഷൻ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. അഗെയിൻ sklearn.linear model എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്നാണ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് മെട്രിക്സ്, അതായത് മോഡലിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഒരുപാട് മെട്രിക്കുകളുണ്ട്. അപ്പം അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സാണ് ഞാനിവിടെ ലിസ്റ്റ് ഓൺ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ മോഡൽസ് ആണെങ്കിൽ നമ്മൾ ആക്യുറസി ചെക്ക് ചെയ്യും, കൺഫ്യൂഷൻ മെട്രിക്സ് നോക്കും, അതായത് ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. പ്രിസിഷൻ സ്കോർ നോക്കും, റീകോൾ സ്കോർ നോക്കും, F1 സ്കോർ നോക്കും. F1 സ്കോർ എന്ന് പറയുന്നത് പ്രിസിഷനും റീകോളും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്കോറാണ്. അതുപോലെ തന്നെ റിഗ്രഷൻ മോഡൽസ് ആണെങ്കിൽ നമുക്ക് മീൻ സ്ക്വയർ എറർ കമ്പ്യൂട്ട് ചെയ്യാം, മീൻ അബ്സല്യൂട്ട് എറർ കമ്പ്യൂട്ട് ചെയ്യാം, R2 സ്കോർ കമ്പ്യൂട്ട് ചെയ്യാം, മീൻ അബ്സല്യൂട്ട് പെർസെൻറ്റേജ് എറർ കമ്പ്യൂട്ട് ചെയ്യാം. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഒരുപാട് ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. ബട്ട് കോമൺ ആയിട്ട് വരുന്ന കുറച്ചെണ്ണമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള റിഗ്രഷൻ മോഡൽ, അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലീനിയർ റിഗ്രഷൻ മോഡലിൽ നമുക്ക് കുറച്ച് പ്രെഡിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫീച്ചേഴ്സിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തു, നമുക്കതിൻ്റെ ആക്ച്വൽ വാല്യൂസ് നമ്മുടെ കയ്യിൽ y എന്ന് പറയുന്ന വേരിയബിളിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മീൻ സ്ക്വയർ എറർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എറർ കാൽക്കുലേഷൻ പോസിബിളാണ്. സോ ഇവിടെ ഒരു ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ആ എറർ വളരെ ചെറുതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യുന്നത് sklearn.metrics എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്നാണ് മീൻ സ്ക്വയർ എറർ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് മെട്രിക്ക് വേണമെങ്കിലും എനിക്കതുപോലെ ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം sklearn.metrics import accuracy score or F1 score etc. സോ മെട്രിക് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അതിൻ്റെ യൂസ് കേസസ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ സോ ഇതിൽ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ദെൻ നമുക്കിവിടെ സ്കെയിലിംഗ്, അതായത് ന്യൂമറിക്കൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമുക്കതിനെ 2 ന്യൂമറിക്കൽ കോളംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് ഫ്രാക്ഷൻസിലും ഒന്ന് ഒരു ഹൈ നമ്പറിലും പോകുന്നതാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ലൈക്ക് ഫോർ എക്സാമ്പിൾ 0 to 1 റേഞ്ചിൽ കിടക്കുന്ന ഒരു കോളവും ഒന്ന് 1000 to 1 lakh റേഞ്ചിൽ കിടക്കുന്നൊരു കോളവുമാണെന്നുണ്ടെങ്കിൽ, രണ്ടും 2 റേഞ്ചിൽ വരുന്ന കോളംസാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കൂടിയ കോളം ആ ട്രെയിനിങ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ മോഡലിംഗ് പ്രോസസ്സിനെ ഡൊമിനേറ്റ് ചെയ്യും. സോ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് രണ്ടിലും ഇൻഫർമേഷൻ നഷ്ടപ്പെടാതെ തന്നെ ഒരേ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. സോ അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് മിൻ മാക്സ് സ്കെയിലറും സ്റ്റാൻഡേർഡ് സ്കെയിലറും. സോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു NumPy array 2D NumPy array ഉണ്ടെങ്കിൽ എനിക്ക് sklearn.preprocessing എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് മിൻമാക്സ് സ്കെയിലർ ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സ്കെയിലറും ഇമ്പോർട്ട് ചെയ്യാം. ദെൻ അതിൻ്റെ ഓരോ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ .fit ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ കാൽക്കുലേഷൻസ് നടക്കും, എങ്ങനെ അതിനെ സ്കെയിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ. ദെൻ .transform എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് എനിക്ക് റെസ്പെക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻസ് പോസിബിൾ ആണ്. സോ ഇവിടെ മിൻമാക്സ് സ്കെയിലർ 0നും 1നും ഇടയിലോട്ടായിരിക്കും ഈ നമ്പേഴ്സിനെ 1 2 3 4 5 എന്ന് പറയുന്നതിനെ ട്രാൻസ്ഫോം ചെയ്ത് തരുന്നത്. നേരെ മറിച്ച് സ്റ്റാൻഡേർഡ് സ്കെയിലർ ആണെങ്കിൽ അത് എത്ര സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവേ ഫ്രം ദ മീൻ എന്നുള്ള രീതിയിലായിരിക്കും ട്രാൻസ്ഫോം ചെയ്ത് തിരിച്ചു തരുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് പ്രീ പ്രോസസ്സിംഗ് മോഡ്യൂൾസ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ പറഞ്ഞ ഡാറ്റാ സെറ്റ്സ്, ലീനിയർ മോഡൽ, പ്രീ പ്രോസസ്സിംഗ്, മെട്രിക്സ് എന്നുള്ളതെല്ലാം നമ്മൾ ബ്രീഫായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തു അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തു. ഇതിൽ തന്നെ ലേബൽ എൻകോഡർ, വൺ ഹോട്ട് എൻകോഡർ എന്നിവയൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ബട്ട് നമുക്ക് അതിൻ്റെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു കോഡിൻ്റെ ഓർഗനൈസേഷനും ആ ഒരു സ്ട്രക്ചറും ആ ഒരു ലൈബ്രറിയുടെ സ്ട്രക്ചറും നമുക്ക് പിടികിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് കോഡ് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ മോഡൽസ് നമ്മൾ സൈക്കിറ്റ് ലേൺ ലൈബ്രറി വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ പിന്നീട് വരുന്നത് നമുക്ക് ട്രീ ബേസ്ഡ് മോഡൽസ് ആണെങ്കിൽ ട്രീ എന്ന് പറയുന്ന ഒരു മോഡ്യൂളിലാണ് അതെല്ലാം വരുന്നത്. ട്രീ എന്ന മോഡ്യൂളിൽ നമുക്ക് ഡിസിഷൻ ട്രീ ക്ലാസിഫയറും ഡിസിഷൻ ട്രീ റിഗ്രസറും ഉണ്ട് മെയിനായിട്ടും. അതുപോലെ എൻസെമ്പിൾ മോഡൽസ് എല്ലാം വരുന്നത് എൻസെമ്പിൾ എന്ന് പറയുന്ന ഒരു മെട്രിക്കിൽ അല്ലെങ്കിൽ ഒരു മോഡ്യൂളിൻ്റെ അകത്താണ്. അവിടെ വരുന്ന റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ഉണ്ട്, ദെൻ അഡാബൂസ്റ്റ് ക്ലാസിഫയർ ഉണ്ട്, ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ക്ലാസിഫയർ ഉണ്ട്. ദെൻ SVM മോഡൽ, സപ്പോർട്ട് വെക്ടർ മെഷീൻസ് മോഡൽസ് എല്ലാം
SVM എന്ന് പറയുന്ന മോഡ്യൂളിലാണ്. അവിടെ ലീനിയർ സപ്പോർട്ട് വെക്റ്റർ റിഗ്രസറും ഉണ്ട്, ലീനിയർ സപ്പോർട്ട് വെക്റ്റർ ക്ലാസിഫയറും ഉണ്ട്. നെയ്വ് ബേസ് മോഡലിൽ നമുക്ക് ഗോസിയൻ നെയ്വ് ബേസ് മോഡ്യൂളിൽ ഗോസിയൻ നെയ്വ് ബേസ് മോഡലുണ്ട്, ക്ലാസിഫയർ ഉണ്ട്. അതുപോലെ ക്ലസ്റ്റർ എന്ന് പറയുന്ന മോഡ്യൂളിൽ കെ മീൻസ് ക്ലസ്റ്ററിങ്, DB സ്കാൻ, അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ഉണ്ട്. ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുന്ന മോഡ്യൂളിൽ നമുക്ക് ഒരുപാട് ഫീച്ചർ സെലക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് റിക്കർസീവ് ഫീച്ചർ എലിമിനേഷൻ RFE എന്ന് പറയുന്ന മെത്തേഡ് മാത്രമാണ് ഞാൻ ലിസ്റ്റ് ഓൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ മോഡൽ സെലക്ഷൻ എന്ന് പറയുന്നിടത്ത് നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിനും ക്രോസ് വാലിഡേഷൻ ചെയ്യാനും K ഫോൾഡിനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ വിഷ്വലൈസേഷൻ, അതായത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു മോഡ്യൂളുണ്ട്. അവിടെ നമുക്ക് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ അൽഗോരിതത്തിൻ്റെ ക്ലാസ്സുകളും ഡെഫിനിഷൻസും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറെ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് മാനിഫോൾഡ് അല്ലെങ്കിൽ TSNE എന്ന് പറയുന്ന T ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റൊക്കാസ്റ്റിക് നെയ്ബർഹുഡ് എംബഡിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. അത് വന്നിട്ടുള്ളത് മാനിഫോൾഡ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിലാണ് വന്നിട്ടുള്ളത്. സോ ഒരു ബിഗ് പിക്ചർ എന്നുള്ള നിലയിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് വരുന്ന scikit-learnലെ മോഡ്യൂൾസും അതിൻ്റെ അകത്തെ ഫങ്ഷൻസുമാണ് ഞാനിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തത്. സോ ഇതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഫ്ലോലെസ്ലി നമ്മുടെ മനസ്സിലോട്ട് വരും. വിത്തൗട്ട് ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഒരുപാട് നോക്കി സമയം കളയാതെ നമുക്കത് ക്വിക്കായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ലിസ്റ്റ് മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ കോഡ് ചെയ്യുമ്പോഴും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.